ഈ ശബരിമല അയ്യപ്പൻ കേരള രാഷ്ട്രീയത്തിൽ ഏത് മുന്നണിയിലായിരിക്കും? ശബരിമല അയ്യപ്പൻ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണല്ലോ. ലോക്സഭാ ഇലക്ഷനിൽ തൊട്ട് മുന്നേ സ്ത്രീകളെ കയറ്റാനുള്ള വലിയൊരു പെടാപ്പാട് ഇടതുപക്ഷ മുന്നണി സർക്കാർ ചെയ്തത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. അതിനുശേഷം എന്തുണ്ടായെന്നും കണ്ടല്ലോ. പിന്നെ CPM പറയുന്നത്, ഇടതുപക്ഷം പറയുന്നത് അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പൂനെയിലൊക്കെ ജയിച്ചു എന്നാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം ശബരിമല അയ്യപ്പനെ വീണ്ടും എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ശബരിമലയിൽ ഗവൺമെൻറ് ഇത്രയും അധികം ശബരിമലയ്ക്കെതിരെ, അതായത് ശബരിമലയിലെ ആ അനുഷ്ഠാനങ്ങൾ സുപ്രീം കോടതി വിധി പ്രകാരമാണ് കയറ്റിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വിധി ഇംപ്ലിമെൻ്റ് ചെയ്യാത്ത ഒരുപാട് ഇൻസ്റ്റൻസസ് ഇന്ന് കേരളത്തിലുണ്ട്. ഒരു ഓർത്തഡോക്സ് യാക്കോബ തർക്കം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കുറേ സുപ്രീം കോടതി വിധികളൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. ശബരിമലയിൽ മാത്രം കയറുന്ന ഒരു ശ്രമം നടത്തി. പക്ഷെ അതിപ്പം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ബാക്ക് ഫയർ ആയി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്നാമത്തെ ഒരു ടേം കൂടെ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഹിന്ദു വോട്ട് ബാങ്ക് നിർണായകമാണ്. അപ്പോൾ അതിനുവേണ്ടി അതിനെ അപ്പീസ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. ഇത്രയും കാലം പറഞ്ഞതൊന്നുമല്ലല്ലോ ഇന്ന് CPIM പറയുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പോലത്തെ ഒരു SNDPയുടെ സമുന്നത നേതാവിനെ കൊണ്ട് പോലും പറയിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹം പോലും പറഞ്ഞു മുഖ്യമന്ത്രി വിശ്വാസിയാണ്, അദ്ദേഹം പുറത്ത് കാണിച്ചില്ല എന്നുള്ളത്. നേരത്തെ പണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പണ്ട് പലതും പറയുകയും ഇത് മാറ്റി പറയുന്നത് വലിയ വിശ്വാസത്തിൻ്റെ, ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രശ്നമല്ലേ. ആ വിശ്വാസ സമൂഹത്തിനെ നോക്കി ഒരു കൊഞ്ഞനെ കുത്തുന്ന പോലെയായിരുന്നു അന്ന് കാണിച്ചത്. ഞങ്ങളൊക്കെ വളരെ ചെറുപ്പം മുതലേ ശബരിമലയിൽ 90 ദിവസം വ്രതമെടുത്ത് മാലയിട്ട് പോകുന്ന ആളുകളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകൾക്ക് ആ ജനസമൂഹത്തിന് വലിയൊരു എന്താ പറയുക, ഒരു ഹൃദയത്തിലായിട്ട് മുറിവായിരുന്നു ഈ സംഭവം. ഓക്കെ, അതിനെ മാറ്റി വെക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചു. ഇപ്പം ഗവൺമെൻറ് മനസ്സിലായി, തിരിച്ചു വരാൻ ശ്രമിച്ചു. അത് സ്വാഗതാർഹം തന്നെ. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ തന്നെ ഗവൺമെൻറ് എല്ലാ വിശ്വാസ സംഘടനകളെയും എല്ലാ ആളുകളെയും അതിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയും മുഖ്യമന്ത്രി തന്നെ അത് അഡ്രസ്സ് ചെയ്യണമായിരുന്നു. എന്നിട്ട് അതൊരു വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടത്താൻ ശ്രമിക്കണമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇനി ശബരിമല ഒരു തുടർ ചർച്ചയായിട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും, അത് ഉറപ്പല്ലേ. ഇനി അതിൻ്റെ കളം ഒരുക്കി കൊടുത്തല്ലോ. ഇപ്പം ഇനിയും പ്രതിപക്ഷം വെറുതെ ഇരിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി അത് പഴയ BJP അല്ല, 20% വോട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. ആ പാർട്ടി കൃത്യമായിട്ട് ആ സ്ഥാനത്തിനെ പറ്റി ചർച്ച ഉണ്ടാക്കും. കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലും അത് ചർച്ചയായിരിക്കും. ആ ചർച്ചയിൽ കേരളത്തിലെ ഹിന്ദു വോട്ട് ബാങ്ക്, ഇപ്പം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഏറ്റവും അധികം ഏഴവ പോക്കറ്റ്സ് നിന്നാണ് BJPക്ക് വോട്ട് കൂടിയിട്ടുള്ളത്. ഇപ്പം കായംകുളം പോലത്തെ ഒരു സീറ്റിൽ, ലോക്സഭാ സീറ്റിൽ BJP മുന്നോട്ട് വന്നു. ശോഭാ സുരേന്ദ്രൻ പൊതു നേതാവ് വലിയ മുന്നേറ്റം നടത്തി ആ ലോക്സഭാ സീറ്റിൽ, ആലപ്പുഴ ലോക്സഭാ സീറ്റിൽ. അപ്പോൾ അത് കായംകുളം നിയമസഭയിൽ എനിക്ക് തോന്നുന്നു ശോഭയായിരുന്നു ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ആ സെഗ്മെന്റ്. അതുപോലെ ഹരിപ്പാടും. അപ്പോൾ അതൊരു പ്രതിഫലനമാണ്. കേരളത്തിലെ 7 വോട്ട് ബാങ്ക് ഇങ്ങോട്ട് പോയി എന്നുള്ളത്. ആ വോട്ട് ബാങ്ക് എപ്പോഴും CPM എല്ലാ കാലത്തും വിചാരിച്ചിരുന്നത് ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് ആണ്. ആ ഫിക്സഡ് വോട്ട് ബാങ്ക് അല്ല എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ. അതുകൊണ്ടാണ് ഇത്രയധികം വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വൂ ചെയ്യുന്നത്. അദ്ദേഹത്തിനെ കാറിലാണ് കൊണ്ടുവന്നത്. അതിന് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ മറുപടി 100 മീറ്റർ ദൂരത്ത് മാത്രമുള്ള പമ്പ ഗസ്റ്റ് ഹൗസിലായിരുന്നു രണ്ടുപേരും താമസിച്ചിരുന്നത്, അപ്പം അതുകൊണ്ട് കാറിൽ കൊണ്ടുപോകുന്നത് മാത്രമാണ്. അതൊന്നുമല്ലല്ലോ, അതൊരു വളരെ മെസ്സേജായിരുന്നു. CMന്റെ കൂടെ തന്നെ ഇരുത്തി കൊണ്ടുപോകുന്ന ഒരു മെസ്സേജായിരുന്നു. കേരളത്തിലെ സമുന്നതനായ ഏഴവ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് വളരെയധികം ഭയപ്പാടുണ്ട് എന്താണ് ഇലക്ഷനിൽ വരാൻ പോകുന്നത് എന്നുള്ളത്. നിയമസഭ ഇലക്ഷനിൽ ഈ ഒരു ടേമും കൂടെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് ഒരു ഡിവൈഡഡ് ഹൗസ് ആയിട്ടാണ് കോൺഗ്രസ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ഒന്നുകൂടെ ശ്രമിച്ചാൽ ഭരണം വീണ്ടും വരാം എന്നുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയിനിടയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ശബരിമല പോലത്തെ ഒരു ഇഷ്യൂവിൽ അയ്യപ്പനെ വീണ്ടും അയ്യപ്പൻ്റെ ഒരു ദോഷം നൽകുകയോ അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രതികരണം എങ്ങനെ വോട്ട് ബാങ്കുകൾ ഷൂട്ട് ചെയ്തു. ഇപ്പം NSSും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ NSSന്റെ ജനറൽ സെക്രട്ടറി ഒന്നും പങ്കെടുത്തില്ല. സംഗീത് കുമാറാണ് പങ്കെടുത്തത്. അതായത് ഉപാധ്യക്ഷനാണ് ശ്രീ സംഗീത് കുമാറാണ് പങ്കെടുത്തത്. അത് NSSന്റെ ജനറൽ സെക്രട്ടറി എനിക്കൊന്നും അങ്ങനെ അധികം പബ്ലിക് പ്രോഗ്രാംസിന് അങ്ങനെ പോകാറില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും പെരുന്നാളിമാരുടെ അദ്ദേഹം അധികം പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാറില്ല. ചിലപ്പോൾ അതായിരിക്കും. പക്ഷേ എന്തു തന്നെയായാലും അതൊരു ശബരിമല അയ്യപ്പൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു സംഭവമായി, വലിയ ഇലക്ഷനിലൊരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. കാരണം ഇതെന്തായാലും ചർച്ചയും പ്രതിചർച്ചയും ഒക്കെ ഉണ്ടാവുമല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൽ നിന്ന് പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള ഒരു കണക്ക് കൂട്ടലാണല്ലോ ഇവരുടെ. അത് നടക്കുമെന്ന് തോന്നുന്നു. അത് ഡിപ്പെൻസ്, പറയേണ്ടി. നമ്മുടെ പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പലപ്പോഴും പ്രാദേശികമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും അതിന് വോട്ട് വരുന്നത്.
ഒരു ഒരു വലിയൊരു ശതമാനം അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് കൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ് എല്ലാ മണ്ഡലങ്ങൾക്കും യാത്ര ചെയ്ത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് പബ്ലിക്കിൻ്റെ റെസ്പോൺസ് എന്നുള്ളതിൽ. ഈ സംഭവം BJP സാധാരണഗതിയിൽ അത് BJP ഏറ്റെടുക്കുമായിരിക്കും. ഇപ്പം തന്നെ ഇന്ന് പമ്പയിൽ വലിയൊരു സംഗമം നടക്കുന്നു, പ്രതിഷേധ സംഗമം പന്തളത്ത് വലിയ പരിപാടിയാണ്. അതിൻ്റെ ഓഡിറ്റോറിയം ഞാൻ നേരത്തെ അതിൻ്റെ വിഷ്വൽസ് കണ്ടിരുന്നു. ജനങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞ കസേര ഒന്നുമില്ല അതിൽ കേരളത്തിലെ ഹൈന്ദവ നേതാക്കന്മാരുണ്ട്, അതിൽ കേരളത്തിലെ സന്യാസിഷ്ടന്മാരുണ്ട്. അപ്പം വലിയ പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടി തന്നെ നമുക്കൊരു മെസ്സേജാണ്. അതിൽ ഇന്ന് BJPയുടെ മുൻ തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമല ഉച്ചയ്ക്ക് ശേഷം പങ്കെടുക്കേണ്ടതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അവർ അനൗൺസ് ചെയ്ത് അങ്ങനെയാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സാധനമാണ് ആയി വരും, അത് വരാം. അല്ല, ഈ നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശ വിഷയത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗാലറിയിലിരുന്ന് കളി കണ്ടവരാണ് കോൺഗ്രസ്സുകാരാണ്. അവരാണ് ട്രോഫിയുമായിട്ട് പോയത്. അല്ല, അതിൻ്റെ ഒരു കാരണം എന്നറിയോ, ജനങ്ങൾക്കൊരു കൃത്യമായ ബോധമുണ്ട്. നമ്മുടെ പ്രതിഷേധം BJPക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ BJP ആണല്ലോ ഹൈന്ദവ സംഘടനകളെ പ്രതിദാനം ചെയ്യുന്നത്, ആ പാർട്ടിക്ക് കൊടുത്താൽ ഞങ്ങളുടെ വോട്ട് വേസ്റ്റായി പോകുമെന്ന് സംശയം ഉണ്ടായിരുന്നു ലോക്സഭ പോലത്തെ ഇലക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിന് അത് ഡിഫാക്റ്റോ കോൺഗ്രസ് ബെനിഫിഷ്യറി ആയിരുന്നുള്ളൂ. അങ്ങനെ അതിനെക്കാട്ടും ഒരുപാട് ചാലക ശക്തിയായിട്ട് BJP മാറിയിട്ടുണ്ട്. നിയമസഭയിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും, ഇതിൻ്റെ മധ്യ കേരളത്തിലെങ്കിലും, മധ്യ തിരുവിതാംകൂറിലും ദക്ഷിണ കേരളത്തിലും അത് ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ മൊമെൻറ്റോ കൊണ്ടു നടന്നാൽ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് അയ്യപ്പൻ്റെ അനുഗ്രഹത്തിൽ കിട്ടുന്നതായിരിക്കും. അല്ല, അത് മാത്രം BJP സംഘടനാ ശക്തി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ ഭരണം വളരെ ശക്തമായി നിൽക്കുന്നു. അപ്പം മോഡി എഫക്റ്റ് ഉണ്ടാകാം. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇതും കൂടെ വരും. അയ്യപ്പൻ്റെ ഫാക്ടർ എങ്ങനെ പോകുമെന്ന് അറിയില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ, ഇപ്പം 2 ദിവസമായി തുടങ്ങിയ പരിപാടി ഗവൺമെൻറ് നടത്തുന്നു, ഇപ്പുറത്ത് അടുത്ത പ്രതിഷേധ സംഗമം നടക്കുന്നു. ഇതിൻ്റെ ഒരു പരിണിത ഫലങ്ങൾക്ക് ദിവസങ്ങളെടുക്കും. അതെങ്ങനെ അത് മുമ്പോട്ട് പോകും, അത് മൊമെൻറ്റോ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് അഡ്വാൻറ്റേജസ് ആയിരിക്കും. അല്ല, പന്തളത്ത് നടക്കുന്ന സംഗമത്തില് BJP നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും പിന്നണിയിൽ നമുക്കറിയാം BJPയുടെ തമിഴ്നാട് മുൻ അധ്യക്ഷൻ K. അണ്ണാമല ഇന്ന് ഉച്ചയ്ക്ക് വരുന്നത്. പക്ഷേ വിശ്വാസികളൊക്കെ അദ്ദേഹം വരുന്നത് BJP നേരിട്ട് പങ്കെടുക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ BJPന്റെ ഒരു ഫോർട്ടേ അല്ല അത്. പക്ഷേ അത് വോട്ടുകൾ BJP അത് തന്നെ അങ്ങനെ പ്രചരണം നടത്തണമെന്നൊന്നുമില്ല. ജനങ്ങൾക്ക് BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രതിഷേധം ഉണ്ടാവുമല്ലോ. ഈ പ്രതിഷേധം ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ശബരിമല വെച്ച് കളിക്കുന്നതിന് പ്രതിഷേധമായിട്ട് തോന്നും. അത് വന്നാൽ BJPക്ക് അഡ്വാൻറ്റേജസ് ആയിരിക്കും. അത് BJP പ്രത്യക്ഷത്തിൽ അത് നേരെ മുന്നിൽ നിൽക്കുകയോ, അല്ലെങ്കിൽ നേരെ തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേകമായിട്ടൊരു പ്രകടനം നടത്തുകയോ, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഒരു അന്തരീക്ഷം അതിനായാൽ സ്വായത്തമായാൽ അതിന് വോട്ട് വരാം. അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് നഷ്ടം സംഭവിച്ചാൽ അത് അയ്യപ്പ കോപത്തിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് പറയാം, അല്ലേ? അല്ല, CPMന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. 1, 2, 10 വർഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആന്റി ഇൻകംബൻസി ഫാക്ടർ അത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു സൊസൈറ്റിയിൽ അത് അത്ര എളുപ്പമല്ല. പിന്നെ രണ്ടാമത്തെ CPMന്റെ ഒരു അഡ്വാൻറ്റേജ്, കോൺഗ്രസിന്റെ ഒരു ദിശാബോധം കുറച്ച് കുറഞ്ഞ സംശയമുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂവിനൊക്കെ ശേഷം കോൺഗ്രസ് ഒരുപാട് 2-3 സ്റ്റെപ്പ് പുറകോട്ട് പോയി. അപ്പോൾ അത് വളരെ നന്നായി ഉപതെരഞ്ഞെടുപ്പിനൊക്കെ VD സതീശൻ നേതൃത്വം കൊടുക്കുകയും അതിനൊക്കെ അദ്ദേഹം വളരെ ശക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിജയം കളക്റ്റീവ് വിജയമാണ്, തോൽവി ഞാൻ മാത്രമാണ് ഉത്തരവാദി. അപ്പോൾ അത്രയും ശക്തമായിട്ടൊരു നേതാവ് പറയുന്ന, അത്രയും കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോയിട്ട് കോൺഗ്രസ്, ഈ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഇഷ്യൂയോടുകൂടി. അപ്പോൾ അവിടെയാണ് CPM ഒന്നും കൂടെ വീണ്ടും ടേസ്റ്റിംഗ് ബ്ലഡ്. അപ്പോൾ ചിലപ്പം ഒരു തേർഡ് ടേം സാധ്യത ഉണ്ടാവാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുന്നത് അങ്ങനെ അയ്യപ്പ കോപം വരുന്നല്ല, അങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റി പോലും നമുക്ക് മായ്ച്ചു കളയണം, അങ്ങനെ ഉണ്ടാവരുത്. അതുകൊണ്ടാണല്ലോ അന്ന് യുവതി പ്രവേശനത്തിൽ ശബരിമല സന്നിധാനത്ത് കയറി ബിന്ദു അമ്മിനെ ഭാഗത്തേക്ക് വിളിപ്പിച്ചിട്ടില്ലല്ലോ. അവരൊന്നും വിളിച്ചില്ലല്ലോ. നേരത്തെ ഇവിടെ എന്തൊക്കെയായിരുന്നു, വനിതാ മതിൽ തീർക്കുന്നു, കേരളത്തിലെ എല്ലാ ആൾക്കാരും വനിതാ മതിലിൽ പങ്കെടുക്കുന്നു. എന്തുകൊണ്ട് ഇതൊന്നും നടന്നില്ല? അതെല്ലാം അന്ന് പങ്കെടുത്ത ആളുകൾക്ക് എന്തായി ഇപ്പം? അല്ല, വേദിയില് ആങ്കർ ചെയ്യാൻ പോലും വനിതകളില്ല. ഒഴിവാക്കി. മാത്രമല്ല, മുമ്പിൽ അയ്യപ്പന്റെ പ്രതിഷ്ഠയും പിറകിൽ തത്വമസിയും വെച്ചിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രിക്ക് ദേവസ്വം ബോർഡ് ഒരു ഉപഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉപഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കാണല്ലോ ആദ്യ ഉപഹാരം. വേദിയിലിരുന്ന് എല്ലാവരും. അത് അയ്യപ്പ പ്രതിഷ്ഠയാണ് ആ ഉപഹാരം എന്നുള്ളതാണ്. അല്ല, അതൊരു സ്ട്രോങ് മെസ്സേജാണ് പബ്ലിക്കിനുള്ളിൽ. പൊളിറ്റിക്സിൽ ഇങ്ങനത്തെ എല്ലാ മെസ്സേജസും കൗണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതൊരു മെസ്സേജാണ്. ഞങ്ങൾ ഒരിക്കലും വിശ്വാസ സമൂഹത്തിനെതിരല്ല,
ഞങ്ങൾ വിശ്വാസ സമൂഹത്തിന് അനുകൂലമാണ്. ഇപ്പം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് വിശ്വാസ സമൂഹത്തിന് അനുകൂലമാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. എങ്ങനെ അനുകൂലം എന്നാണ് പറയുന്നത്? ഇത്രയും കാലം എന്തായിരുന്നു? ഇപ്പം അടുത്തല്ലേ ഈ പരിപാടി തുടങ്ങിയത്. അതായത് ശക്തമായ ഹൈന്ദവ വികാരം കേരളത്തിലുണ്ട്. ആ ശക്തമായ ഹൈന്ദവ വികാരത്തിൽ നമ്മൾ ഒഴിച്ചു പോരുത് എന്നുള്ളൊരു ധാരണയിലാണ് CPM ഈ സാധനം. ഇന്ന് കോൺഗ്രസിന്റെ സമ്മേളന നേതാവ് മുൻ സിറ്റിംഗ് MP കോഴിക്കോട് MP MK രാഘവൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ മാധവ പൊതുവാളാണ് കേരളം ഭരിക്കുന്നത്. MV ഗോവിന്ദ മാഷും ഭാര്യയും രാവട്ടൻ കണ്ണൂരുകാരനാണ്, ഗോവിന്ദ മാഷും കണ്ണൂരുകാരനാണ്. ഇവര് പയ്യന്നൂരിൽ മാധവ പൊതുവാൾ എന്നുള്ള വലിയൊരു ജ്യോത്സ്യനുണ്ട്, അദ്ദേഹത്തിനടുത്ത് പോയി അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതാണ് അയ്യപ്പ കോപമുണ്ട്, അതിന് പരിഹാരമാണ് അയ്യപ്പ സംഗമം. ഇന്നലെ MK രാഘവൻ പറഞ്ഞു, ഓൺ റെക്കോർഡ് പറഞ്ഞാണ്. MK രാഘവൻ കോഴിക്കോട് MP ആണ് കോൺഗ്രസ് പാർട്ടിയുടെ. അദ്ദേഹം ഇന്നലെ പത്രക്കാരോട് പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യമായത്. ഇതിന്റെ മൊത്തം കണ്ടക്ടർ MV ഗോവിന്ദ മാഷാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സാധനം എടുത്തത്. അതായത് അയ്യപ്പ കോപമുണ്ടെന്ന് മാധവ പൊതുവാൾ പറഞ്ഞു. മാധവ പൊതുവാൾ ഇപ്പം ഭരിക്കുന്നത് കേരളം. അത് MK രാഘവൻ പറഞ്ഞത്. അതുകൊണ്ട് CPM എല്ലാ വഴിയും, അത് ജ്യോത്സ്യത്തിൻ്റെ വഴിയല്ല ഞാൻ പറഞ്ഞത്, ബാക്കി എല്ലാ കോമ്പിനേഷൻസും നോക്കുമല്ലോ. സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എവിടെയൊക്കെയാണ് ഒപ്പീനിയൻ പോൾ നിർബന്ധമായിട്ടും പാർട്ടി വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട്. ബൃഹത്തായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഏജൻസി കൂടെ സർവേ നടത്തിയിട്ടുണ്ട്. പാർട്ടിക്കാരനെ എഴുതി ഞങ്ങൾ തന്നെ വരുന്നുള്ള പരിപാടിയല്ല. CPM അതിലൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനത്തെ ന്യൂനതകളൊക്കെ മറിച്ചു കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ഏജൻസിയെ കൊണ്ട് അവർ 1, 2, 3, 4 സ്റ്റെപ്പുകളിൽ ഇത് നടത്തും, ഒപ്പീനിയൻ പോൾ നടത്തും. അത് വെറും 10 സാമ്പിളോ ഒരു നിയോജകമണ്ഡലത്തിൽ 10 സാമ്പിളോ എന്നല്ല, ഒരുപാട് സാമ്പിൾ സൈസ് വെച്ച് എല്ലാ പഞ്ചായത്തുകളിലും പോയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിൻ്റെ അകത്ത് അത് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു പരിണിത ഫലമാണ് നമ്മളിന്ന് കാണുന്നത് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.